We have a lemma. The product of any two integers of the form 4n plus 1 is also of the same form. അതായത് 4n plus 1 ഫോമിലുള്ള ഏത് രണ്ട് ഇൻറ്റീജേഴ്സിൻ്റെയും പ്രോഡക്റ്റ് അതേ ഫോമിലായിരിക്കും. 4n plus 1 ഫോമിൽ തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുക്കുകയാണ് 4n plus 1 ഫോമിലുള്ള. അപ്പോൾ എന്നിന് നമ്മൾ 1 എന്ന് കൊടുത്താൽ 4 into 1 plus 1 ദാറ്റ്സ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇനി എന്നിന് നമ്മൾ 2 എന്ന് കൊടുത്താൽ 4 into 2 8 plus 1 9 എന്ന് കിട്ടും. അപ്പോൾ 5 into 9 45 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് 4n plus 1 ഫോമിൽ എഴുതാം എന്നാണ് പറയുന്നത്. അപ്പോൾ 45നെ നമുക്ക് 4 into 11 plus 1 എഴുതാം. ദാറ്റ് ഈസ് 4n plus 1 ഫോമിൽ തന്നെ എഴുതാം. ഇവിടെ n എന്ന് പറഞ്ഞാൽ 11 ആണ്. സോ അതാണ് തിയറം. 4n plus 1 ഫോമിലുള്ള ഏത് രണ്ട് നമ്പേഴ്സ് പ്രോഡക്റ്റ് ചെയ്താലും ആ പ്രോഡക്റ്റ് 4n plus 1 ഫോമിൽ തന്നെ ആയിരിക്കും. സോ നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുക്കുക, എയും ബിയും. എ ഈക്വൽ ടു ഒരു 4k plus 1 ഫോമിലാണ്. 4 into ഒരു ഇൻറ്റിജർ പ്ലസ് 1. ബി എന്ന് പറഞ്ഞാൽ 4 into m plus 1 ആണ്. വേറെ കെയും എമ്മും ഇൻറ്റിജേഴ്സാണ്. ഇനി എ ബി വേണം. എ ബി ഈക്വൽ ടു 4k plus 1 into 4m plus 1. That's equal to multiply ചെയ്യുമ്പോൾ 16km plus 4k plus 4m plus 1 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 4 ഔട്ട് സൈഡ് എടുത്താൽ ആദ്യത്തെ മൂന്ന് ടേമിൽ നിന്ന് 4 ഔട്ട് സൈഡ് എടുത്താൽ 4 into 4km plus k plus m plus 1 എന്ന് കിട്ടും. ഇവിടെ ഇതിനെ നമുക്ക് 4l plus 1 വേറെ l ഈക്വൽ ടു 4km plus k plus m എന്ന് കിട്ടും. വേർ 4 ഈസ് എൻ ഇൻറ്റിജർ, k ഇൻറ്റിജർ ആണ്, m ഇൻറ്റിജർ ആണ്. അതുകൊണ്ട് 4km ഒരു ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ 4km plus k plus m മൂന്ന് ഇൻറ്റിജേഴ്സ് കൂട്ടിയാൽ നമുക്ക് അഗെയിൻ ഒരു ഇൻറ്റിജർ ആണ് കിട്ടുക. സോ 4 into an integer l plus 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് എ ബി ഈസ് അഗെയിൻ ഓഫ് ദ ഫോം 4n plus 1. 4n plus 1 അതായത് 4 into ഒരു ഇൻറ്റിജർ n പ്ലസ് 1 എന്നുള്ള ഫോമിൽ തന്നെ ആയിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം പ്രൂവ് ചെയ്യാനുണ്ട്. There are infinitely many primes of the form 4n plus 3. 4n plus 3 ഫോമിലുള്ള ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൈംസ്. ഒരുപാട് നമുക്ക് ഒരു ഫസ്റ്റ് ലാസ്റ്റ് എന്ന് പറയാൻ പറ്റാത്ത അത്ര വിധത്തിൽ ഒരുപാട് പ്രൈം നമ്പേഴ്സ് 4n plus 3 ഫോമിലുണ്ടായിരിക്കും. അപ്പോൾ എന്നിന് 0 കൊടുത്താൽ നമുക്ക് 4 into 0 plus 3 ആണെന്ന് കിട്ടുക. അതൊരു പ്രൈമാണ്. 4 into 1 plus 3 ദാറ്റ് ഈസ് 7, അതും പ്രൈമാണ്. 4 into 2 plus 3 11 അഗെയിൻ പ്രൈമാണ്. 4 into 3 plus 3 ദാറ്റ് ഈസ് 15 ആണ്. ഇത് പ്രൈം അല്ല. അതായത് 4n plus 3 ഫോമിലുള്ള എല്ലാം പ്രൈം ആവണമെന്നില്ല, പക്ഷേ 4n plus 3 ഫോമിലുള്ള ഒരുപാട് പ്രൈംസ് ഉണ്ടായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതിന് ഓപ്പോസിറ്റുള്ള കാര്യം ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇത് നമുക്കൊരു റോങ് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത കാര്യം റോങ് ആയതുകൊണ്ടാണ് നമുക്ക് റോങ് റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ട് അസ്യൂം ചെയ്തതിന് നേരെ ഓപ്പോസിറ്റുള്ള കാര്യമാണ് ട്രൂ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതാണ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് there are infinitely many primes of the form 4n plus 3. 4n plus 3 ഫോമിലുള്ള ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൈംസ് ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് സപ്പോസ് ചെയ്യും? 4n plus 3 ഫോമിലുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൈംസേ ഉള്ളൂ, ഇൻഫൈനൈറ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൈംസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അതിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്, ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ പ്രൈംസ് എടുക്കുകയാണ്. P0, P1, P2 എക്സെട്ര Pk. അതായത് P0 ആണ് ഏറ്റവും ചെറിയ പ്രൈം, Pk ആണ് ഏറ്റവും വലിയ പ്രൈം 4n plus 3 ഫോമിലുള്ള. അതായത് P0 നമ്മൾ 3 എടുക്കുക. ആക്ച്വലി ഫസ്റ്റ് പ്രൈം എന്ന് പറഞ്ഞാൽ 2 ആണ്. പക്ഷെ 2 ഇവിടെ എടുക്കാൻ പറ്റില്ല. കാരണം 2നെ നമുക്ക് 4n plus 3 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റില്ല. കാരണം എന്താ? 4
ഒരു നമ്പറാണ്. n 0 മുതലാണ് തുടങ്ങുന്നത്. 0 കൊടുക്കുക, 1 കൊടുക്കുക, അങ്ങനെ തുടങ്ങുന്നു. അപ്പോൾ n 0 കൊടുത്താൽ തന്നെ നമുക്ക് 3 ആണ് കിട്ടുക. അപ്പോൾ ഈ 4 ഒരു പോസിറ്റീവ് നമ്പറാണ്, n 0 അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പറാണ്, 3യും ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ 3 ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 എന്ന് പറഞ്ഞാൽ 3നേക്കാൾ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2ന് ഒരിക്കലും 4n+3 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 3 പോസിബിൾ ആണ്, കാരണം n 0 കൊടുത്താൽ നമുക്ക് 3 കിട്ടും. ഇവിടെ നമ്മൾ ചെയ്തിരുന്നു. സോ P0 3 ആണ്. പിന്നെ P1 എന്ന് പറയുന്നത് P0നേക്കാൾ വലുതായിരിക്കും. അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ P0 ലെസ് ദാൻ, P1 ലെസ് ദാൻ, P2 ലെസ് ദാൻ, എക്സെട്ര ലെസ് ദാൻ Pk. Pk ആണ് ലാർജസ്റ്റ് പ്രൈം. അപ്പോൾ എത്രയും പ്രൈംസേ ഉള്ളൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ദെൻ നമ്മൾ ക്യാപിറ്റൽ N എന്നൊരു നമ്പർ എടുത്തു. അതിൻ്റെ ഫോം 4 ഇൻറ്റു P1 ഇൻറ്റു 4 ഇൻറ്റു P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര Pk പ്ലസ് 3 എന്നുള്ള ഫോമിൽ n എടുത്തു. n ഈക്വൽ ടു 4 P1 P2 എക്സെട്ര Pk പ്ലസ് 3. സോ ക്ലിയർലി n ഈസ് ഗ്രേറ്റർ ദാൻ Pk. കാരണം എന്താ, Pkനോട് കൂടെ കുറേ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ ഒരു 4ഉം മൾട്ടിപ്ലൈ ചെയ്ത് അതിനോടുകൂടി 3 ആഡ് ചെയ്തിട്ടാണ് നമുക്ക് n കിട്ടുന്നത്. സോ n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ Pk. n Pkനേക്കാൾ വലുതായിരിക്കും. സോ എന്നിൻ്റെ ഫോം എന്താണ്, 4n+3, 4 ഇൻറ്റു ഒരു ഇൻറ്റിജർ പ്ലസ് 3 എന്നുള്ള ഫോമിലാണ്. ഇനി നമ്മൾ n-ന് 2 കേസ് കൊടുക്കണം. ഫസ്റ്റ് കേസിൽ n ഈസ് എ പ്രൈം. n ഒരു പ്രൈം ആണെങ്കിൽ, അതായത് n ഒരു പ്രൈം നമ്പർ തന്നെ ആണെങ്കിൽ എന്താണ് റിസൾട്ട്? n പ്രൈം ആണെങ്കിൽ n നമ്മൾ പറഞ്ഞു n-ൻ്റെ ഫോം 4n+3 എന്നുള്ള ഫോമിലാണ്. പക്ഷേ n ഗ്രേറ്റർ ദാൻ Pk ആണ്. Pkൻ്റെ പ്രോപ്പർട്ടി എന്താണ്? Pk ആണ് 4n+3 ഫോമിലുള്ള ഏറ്റവും വലിയ പ്രൈം Pk ആണെന്നാണ് നമ്മൾ എടുത്തത്. പക്ഷെ ഇവിടെ n Pkനേക്കാൾ വലുതാണ്. ഇനി n പ്രൈമും കൂടി ആയാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളെടുത്ത ഏറ്റവും വലിയ പ്രൈമിനേക്കാൾ വലിയൊരു പ്രൈം ഉണ്ടെന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. സോ n ഈസ് എ പ്രൈം. ആ കേസ് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ അടുത്ത കേസ് പ്രൈം അല്ലെങ്കിൽ പിന്നെ n ഒരു 1നേക്കാൾ വലിയ നമ്പർ ആയതുകൊണ്ട് 2 പോസിബിലിറ്റി ഉള്ളൂ ഏത് നമ്പറിനും, 1നേക്കാൾ വലിയ നമ്പറിനും. ഒന്നുകിൽ പ്രൈം ആവുക അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആവുക. അപ്പോൾ പ്രൈം ട്രൂ അല്ല എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത കേസ് n ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. പ്രൈം അല്ലാത്ത ഒരു നമ്പറാണ് n എന്നെടുത്തു. അപ്പോൾ n-ൻ്റെ ഫോം നമ്മൾ പറഞ്ഞു 4 P1 P2 എക്സെട്ര Pk പ്ലസ് 3, അതായത് 4n+3 ഫോമിലാണ്. അപ്പോൾ n എല്ലായ്പ്പോഴും ഈ ഫോമിലുള്ള എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. കാരണം എന്താ, 4 ഇൻറ്റു ഒരു നമ്പർ അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യണം. അപ്പോൾ ഒരു ഈവൻ നമ്പറിൻ്റെ കൂടെ ഒരു ഓഡ് നമ്പർ ആഡ് ചെയ്താൽ ഒരു ഓഡ് നമ്പറാണ് കിട്ടുക. സോ ഈ n, ഈ ഫോമിലുള്ള എല്ലാ n-കളും ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഏതൊരു നമ്പറിനെയും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിനെ 4n എന്ന ഫോമിൽ എഴുതാം, 4n+1 ഫോമിൽ എഴുതാം, 4n+2, 4n+3. ഇതിൽ 4n-ഉം 4n+2-ഉം എല്ലായ്പ്പോഴും ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. 4n+1-ഉം 4n+3 ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ n ഒരു ഓഡ് നമ്പർ ആണെന്നാണ് കിട്ടിയത്. അപ്പോൾ n-ൻ്റെ എല്ലാ ഫാക്ടേഴ്സും, n-ൻ്റെ എല്ലാ ഡിവൈസേഴ്സും ഒന്നുകിൽ 4n+1 ഫോമിലായിരിക്കും അല്ലെങ്കിൽ 4n+3 ഫോമിലായിരിക്കും. എന്തുകൊണ്ടാണ്? n ഓഡ് നമ്പറാണ്. അപ്പോൾ n-ന് ഒരിക്കലും ഒരു ഈവൻ ഡിവൈസർ വരില്ല. അപ്പോൾ n-ൻ്റെ ഡിവൈസേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഒക്കെ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഏതൊരു ഓഡ് നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4n+1 അല്ലെങ്കിൽ 4n+3 എന്നുള്ള ഫോമിൽ എഴുതാം. സോ n-ൻ്റെ എല്ലാ ഡിവൈസേഴ്സും എവറി ഫാക്ടേഴ്സ് ഓഫ് n ഈസ് ഓഫ് ദ ഫോം 4n+1 ഓർ 4n+3. ഒന്നുകിൽ 4n+1 അല്ലെങ്കിൽ 4n+3 ഫോമിലായിരിക്കും അല്ലാതെ. അപ്പോൾ സപ്പോസ് ദാറ്റ് എല്ലാ ഫാക്ടേഴ്സും n-ൻ്റെ എല്ലാ ഡിവൈസേഴ്സും 4n+1 ഫോമിലാണെന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. ഇത് രണ്ടുമാണല്ലോ പോസിബിലിറ്റി. അതിൽ 4n+1 ഫോമിലാണ് എല്ലാ ഫാക്ടേഴ്സും എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഒരു ലെമ്മ പ്രൂവ് ചെയ്തു. 4n+1 ഫോമിലുള്ള ഏത് 2 നമ്പർ പ്രൊഡക്റ്റ് ചെയ്താലും ആ പ്രോഡക്റ്റ് എന്ത് കിട്ടും? 4n+1 ഫോമിൽ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ n-ൻ്റെ എല്ലാ ഫാക്ടേഴ്സും 4n+1 ഫോമിലാണെങ്കിൽ ആ ഫാക്ടേഴ്സ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 4n+1 ഫോമിലുള്ള ഒരു നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പോൾ n-ൻ്റെ ഫോം എന്തായിരിക്കും? 4n. ഈ ഫാക്ടേഴ്സ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ n-ൻ്റെ എല്ലാ ഫാക്ടേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് n തന്നെയാണ് കിട്ടുക. അപ്പോൾ n 4n+1 ഫോമിലായിരിക്കും. പക്ഷെ നമ്മൾ സപ്പോസ് ചെയ്തത് എന്താണ്? n-ൻ്റെ ഫോം 4n+3 ആണെന്നാണ്. സോ ഹിയർ വി ഗെറ്റ് എ കോൺട്രഡിക്ഷൻ.
അതായത് എന്നിൻ്റെ എല്ലാ ഫാക്ടേഴ്സും 4n+1 ഫോമിലല്ല. അതായത് ചില ഫാക്ടേഴ്സ് ഏത് ഫോമിൽ വരും? 4n+3 ഫോമിൽ കൂടി വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ പി എന്ന് പേര് കൊടുത്തു. അതായത് പിയുടെ ഫോം 4n+3 ഫോമിലാണ്. 4n+3 ഫോമിലാണ് പിയുടെ ഫാക്ടർ, പിയുടെ ഫോം. അങ്ങനെയുള്ള ആ ഫോമിലുള്ള ഫാക്ടറിനെ നമ്മൾ പി എന്ന് വിളിച്ചു. ഇനി ഈ പി എന്ന് പറയുന്നത് നമ്മുടെ എന്നിൻ്റെ ഫോം ഇതാണ്: 4 p1 p2 എക്സെട്ര pk + 3. ഇനി പിയുടെ ഫോം നമ്മൾ പറഞ്ഞു 4n+3 ഫോമിലാണ്. അപ്പോൾ പി എന്ന് പറയുന്നത് p0 ആണെങ്കിൽ, p0 എന്ന് പറഞ്ഞാൽ 3 ആണ്. പി എന്ന് പറയുന്നത് 3 തന്നെയാണ്. 3 ആവുമല്ലോ, കാരണം 4 × 0 + 3 എന്ന് എഴുതാം. അതെന്താ കിട്ടുക? 4 × 0 + 3 = 3. അപ്പോൾ 3നെ നമുക്ക് 4n+3 എന്നുള്ള ഫോമിൽ എഴുതാം. സപ്പോസ് ദാറ്റ് p = p0, 3 തന്നെയാണെന്ന് വിചാരിക്കും. സോ പി എന്ന് പറയുന്ന ഫാക്ടറാണ്, എന്നിൻ്റെ ഫാക്ടറാണ്. ദാറ്റ് ഈസ് p ഡിവൈഡ്സ് n ആണ്. ദാറ്റ് ഇംപ്ലൈസ് 3 ആണെങ്കിൽ 3 ഡിവൈഡ്സ് n എന്ന് കിട്ടും. അതുപോലെ 3 ഡിവൈഡ്സ് 3 ആണ്. അപ്പോൾ അതൊന്നും രണ്ടൊന്നും അതിൻ്റെ ഏത് കോമ്പിനേഷനും ഡിവൈഡ് ചെയ്യുമെന്ന് നമുക്കറിയാം. അത് 3 ഡിവൈഡ്സ് n-3 എന്ന് എഴുതാം. 3 ഡിവൈഡ്സ് n-3 എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? അപ്പോൾ n-3 എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമ്പർ മാത്രം കിട്ടും. 4 × p1 p2 എക്സെട്ര pk. സോ 3 ഡിവൈഡ്സ് n-3 implies 3 divides 4 p1 p2 etc. pk plus 3. ഇതാണ് n minus 3. That is 3 divides 4 p1 p2 etc. pk. That implies 3 divides 4 or 3 divides the product p1 p2 etc. pk. അപ്പോൾ 3 divides 4 or 3 divides, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഒരു പ്രോഡക്റ്റ്, ഇതൊക്കെ പ്രൈംസ് ആണ്. p1 p2 എക്സെട്ര pk വരെയുള്ളതൊക്കെ പ്രൈമാണ്. പ്രൈമിൻ്റെ പ്രോഡക്റ്റിനെ ഒരു നമ്പർ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്തിട്ടുണ്ട്. 3 ഡിവൈഡ്സ് ഒരു പ്രൈം ഒരു നമ്പർ പ്രൈംസിൻ്റെ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അതിലേതെങ്കിലും ഒരു പ്രൈമിനെ അത് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 3 ഡിവൈഡ്സ് p1 p2 എക്സെട്ര pk എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡ്സ് pi for സം i എവിടെ നിന്ന് മുതലാണ്? 1 മുതൽ 1 < i < k. 1 2 3 എക്സെട്ര k വരെയാണ് i. അപ്പോൾ 3 ഡിവൈഡ്സ് 4 or 3 ഡിവൈഡ്സ് pi എന്ന് കിട്ടും. 3 ഡിവൈഡ്സ് 4 എന്നുള്ളത് ശരിയല്ല. 3 ഒരിക്കലും 4ൻ്റെ ഡിവൈസർ അല്ല, ഫാക്ടർ അല്ല. ഇനി 3 ഡിവൈഡ്സ് pi എന്നുള്ളത് ശരിയാണോ? pi എന്ന് പറഞ്ഞാൽ പ്രൈമാണ്. എല്ലാ piസും p1 p2 എക്സെട്ര pk പ്രൈമാണ്. ആ പ്രൈമിൻ്റെ കാര്യം നമുക്കറിയാം. പ്രൈം നമ്പേഴ്സിന് 1 ഡിവൈസർ ആയിട്ടുണ്ടാവും, പിന്നെ അതേ പ്രൈം തന്നെ ഡിവൈസർ ആയിട്ടുണ്ടാവുള്ളൂ. 1ഉം ആ പ്രൈം നമ്പറും മാത്രമേ ഡിവൈസർ ആയിട്ടുണ്ടാവുള്ളൂ. ഇവിടെ 3 എന്ന് പറഞ്ഞാൽ p0 ആണ്. 3 എന്ന് പറഞ്ഞാൽ p1 p2 എക്സെട്ര pkയിൽ വരുന്നില്ല, അത് p0 ആണ്. അപ്പോൾ 3 ഡിവൈഡ്സ് ഒരു പ്രൈം വേറൊരു പ്രൈമിനെ ഒരിക്കലും ഡിവൈഡ് ചെയ്യില്ല. അപ്പോൾ 3 ഡിവൈഡ്സ് 4ഉം ശരിയല്ല, 3 ഡിവൈഡ്സ് piയും ശരിയല്ല. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്തത് പി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്, അതിൻ്റെ ഫോം 4n+3 ആണ് എന്ന് സപ്പോസ് ചെയ്തു. എന്നിട്ട് ആ പി നമ്മൾ p0 3n ആയിട്ട് എടുത്തു. അപ്പോൾ 3 ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടി. ഒന്നുകിൽ 3 ഡിവൈഡ്സ് 4 എന്ന് കിട്ടി, അത് ശരിയല്ല. 3 ഡിവൈഡ്സ് pi for സം i, അതും ശരിയല്ല. അപ്പോൾ പി ഒരിക്കലും എന്തല്ല? p0 3 അല്ല. ഇനി p = pi ആണെന്ന് വിചാരിക്കും. അതായത് p0 p1 എക്സെട്ര pk വരെയാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ ഈ p എന്ന് പറയുന്നത് p0 ആണെന്ന് നമ്മൾ എടുത്തു, അത് ശരിയല്ല എന്ന് കിട്ടി. ഇനി p എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒന്നാണെന്ന് വിചാരിക്കുക. p1 p2 എക്സെട്ര pk അത്രയും പ്രൈമും കൂടെ ബാക്കിയുണ്ടല്ലോ, ഇതിലേതെങ്കിലും ഒന്നാണ് p എന്ന് വിചാരിക്കുക. അതായത് p = pi for സം i. ഐയുടെ വാല്യൂ എന്താ? 1 മുതൽ k വരെ. 1 < i < k. അപ്പോൾ
പി ഏതെങ്കിലും ഒരു പി ഐ ആണ്. സോ പി ഡിവൈഡ്സ് എൻ എന്ന് കിട്ടും. കാരണം എൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം പ്രോഡക്റ്റ് 4 ഇൻറ്റു പി ഐസിൻ്റെ പ്രോഡക്റ്റ് പ്ലസ് 3 ആണ്. പി ഡിവൈഡ്സ് എൻ ആൻഡ് പി ഡിവൈഡ്സ് എൻ ആണ്. കാരണം പി ഒരു ഫാക്ടറാണ്, എന്നിൻ്റെ ഒരു ഫാക്ടറാണ് പി. അതിൻ്റെ ഫോം 4n+3 ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഫാക്ടർ ആകുമ്പോൾ അത് ഡിവൈഡ് ചെയ്യും. പി ഡിവൈഡ്സ് എൻ ആണ്. ആൻഡ് പി ഡിവൈഡ്സ് പി ഈക്വൽ ടു പി ഐ ആയതുകൊണ്ട് പി ഡിവൈഡ്സ് P1 ആ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യും. P1 P2 എക്സെട്ര Pk. അപ്പോൾ അതൊന്ന് രണ്ടും കൂടെ നമുക്ക് കോമ്പിനേഷൻ എടുക്കാം. പി ഡിവൈഡ്സ് എൻ ആണ്, പി ഡിവൈഡ്സ് P1 P2 എക്സെട്ര Pk ആണ്. സോ പി ഡിവൈഡ്സ് അതിൻ്റെ കോമ്പിനേഷൻ എൻ മൈനസ് ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. പി ഡിവൈഡ്സ് P1 P2 എക്സെട്ര Pk ആണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? പി ഡിവൈഡ്സ് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്യും. 4 ഇൻറ്റു P1 P2 എക്സെട്ര Pk. അപ്പോൾ നമുക്ക് നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പി ഡിവൈഡ്സ് എൻ, പി ഡിവൈഡ്സ് എൻ. ഇതൊന്ന് രണ്ടൊന്നും കൂടെ കോമ്പിനേഷൻ എഴുതാം. പി ഡിവൈഡ്സ് എൻ മൈനസ് 4 ഇൻറ്റു P1 P2 എക്സെട്ര Pk. ദാറ്റ് ഈസ് പി ഡിവൈഡ്സ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? 4 ഇൻറ്റു P1 P2 എക്സെട്ര Pk പ്ലസ് 3 മൈനസ് 4 ഇൻറ്റു P1 P2 എക്സെട്ര Pk. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയാൽ പി ഡിവൈഡ്സ് 3 എന്ന് കിട്ടും. പി ഡിവൈഡ്സ് 3. പക്ഷെ പി എന്ന് പറയുന്നത് ഒരു പ്രൈമാണ്, ഒരു പ്രൈം ഫാക്ടറാണ്. 4n+3 ഫോമിലുള്ള അല്ലേ, പി ഈക്വൽ ടു സം പി ഐ നടത്തത് ഏതോ ഒരു പ്രൈം ഫാക്ടറാണ്. അപ്പോൾ ആ പ്രൈം വേറൊരു പ്രൈമായ 3നെ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇതും പോസിബിൾ അല്ല. ദാറ്റ് ഈസ് നമ്മളാദ്യം n ഒരു പ്രൈം നമ്പർ ആണെന്ന് എടുത്തു, അത് പോസിബിൾ അല്ല. പിന്നെ n കോമ്പോസിറ്റ് ആണെന്ന് എടുത്തു, അതിൽ 2 കേസ് ഉണ്ടായിരുന്നു. എന്നിൻ്റെ ഡിവൈസേഴ്സിന് 4n+1 ഫോമിലാണ് അല്ലെങ്കിൽ 4n+3 ഫോമിലാണ്. ആദ്യത്തേത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസിൽ നമുക്കിപ്പോൾ കോൺട്രഡിക്ഷൻ കിട്ടി. സോ n പ്രൈം ആണെന്നുള്ളതും പോസിബിൾ അല്ല, n കോമ്പോസിറ്റ് ആണെന്നുള്ളതും പോസിബിൾ അല്ല. അപ്പോൾ 2 കേസിലും നമുക്ക് കിട്ടിയത് കോൺട്രഡിക്ഷനാണ്. ദാറ്റ് മീൻസ് നമ്മളൊരു റോങ് അസംഷൻ നമ്മൾ ചെയ്തു. ദാറ്റ് ഈസ് എന്തായിരുന്നു നമ്മുടെ അസംഷൻ? ദർ ആർ ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് primes of the form. There are only a finite number of primes of the form 4n+3. 4n+3 ഫോമിലുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൈംസേ ഉള്ളൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. സോ അവർ അസംഷൻ ഈസ് റോങ്. ദാറ്റ് ഈസ് ദർ ആർ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൈംസ്, ഇൻഫൈനൈറ്റ്ലി മെനി പ്രൈംസ് ഓഫ് ദ ഫോം 4n+3. 4n+3 ഫോമിലുള്ള ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൈംസ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ദ പ്രൂഫ്. ദർ ആർ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൈംസ് ഓഫ് ദ ഫോം 4n+3. Now we have a theorem, Dirichlet theorem. If A and B are relatively prime, then the arithmetic sequence a plus b, a plus 2b, a plus 3b, etc. contains infinitely many primes. അതായത് എയും ബിയും GCD റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള, അതായത് GCD ഓഫ് എ ആൻഡ് ബി 1 ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി, എ പ്ലസ് 2b, അതായത് എയുടെ കൂടെ ബിയുടെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ് AP ആണ് കിട്ടുക. ബി കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. അതിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൈംസ് ഉണ്ടായിരിക്കും. അതിൽ ഒരുപാട് പ്രൈംസ്, ആ ഫോമുകളിലെല്ലാം പ്രൈം ആവും എന്നല്ല, അങ്ങനെയുള്ള ആ സീക്വൻസിൽ ഒരുപാട് പ്രൈംസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A = 3, B = 4 എടുക്കുകയാണെങ്കിൽ, A എന്ന് പറഞ്ഞാൽ 3, അപ്പോൾ A + B എന്ന് പറഞ്ഞാൽ 4 + 3, 3 + 4 7. അതുപോലെ അടുത്തത് A + 2B എന്ന് പറഞ്ഞാൽ 3 + 8 11. ഇത് പ്രൈമാണ്, 11 പ്രൈമാണ്. A + 3B എന്ന് പറഞ്ഞാൽ 3 + 12 15 ആണ്. ഇത് പക്ഷെ പ്രൈം അല്ല.
a plus 4b, that is 3 plus 16, 19 പ്രൈമാണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ സീക്വൻസ് കിട്ടും 3, 7, 11, 15, 19 എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ ഇതിൽ ഈ സീക്വൻസ് ഇങ്ങനെ എഴുതിയാൽ നമുക്കതിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൈംസ്, ഒരുപാട് പ്രൈംസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ പ്രൈംസ് അല്ലാത്തതും വരാം. ഇപ്പോൾ 15 പ്രൈം അല്ല, പക്ഷേ ഒരുപാട് പ്രൈംസ്, 3 പ്രൈമാണ്, 7, 11, 9 എക്സെട്ര ഒക്കെ പ്രൈമാണ്. ദാറ്റ് ഈസ് ദ തിയറം, Dirichlet theorem. Now we have another result, that is about the LCM, that is the relation between LCM and GCD. For any two positive integers a and b, we have LCM of AB എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്? ദാറ്റ്സ് ഈക്വൽ ടു AB by GCD of AB. അതായത് ഒരു രണ്ട് നമ്പേഴ്സിൻ്റെ എയും ബിയും രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. അവയുടെ LCMഉം അതുപോലെ GCDയും മൾട്ടിപ്പിൾ ചെയ്താൽ അവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് LCM ഇൻറ്റു GCD എന്ന് പറഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നത് നമുക്കറിയാം, കനോണിക്കൽ ഡീകമ്പോസിഷൻ ഉപയോഗിച്ച് എ എന്നതിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് P1 റൈസ് ടു A1, P2 റൈസ് ടു A2 എക്സെട്ര സം Pn റൈസ് ടു An എഴുതാം. അതുപോലെ ബിനെ നമുക്ക് P1 റൈസ് ടു B1, P2 റൈസ് ടു B2 ഇൻറ്റു എക്സെട്ര Pn റൈസ് ടു Bn എന്ന് എഴുതാം. വേർ AI ആൻഡ് BI ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൈം, ഒരേ പ്രൈമാണ് രണ്ടിലും ഉപയോഗിച്ചുള്ളത്, P1, P2 എക്സെട്ര Pn. ഏതെങ്കിലും ഒരു പ്രൈമിൻ്റെ ടേം ഇല്ലെങ്കിൽ ആ പ്രൈം റൈസ് ടു 0. ഇപ്പോൾ 2ൻ്റെ പവർ ഇല്ലെങ്കിൽ 2 റൈസ് ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുകൊണ്ടാണ് AIയും BIയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത്. ഇനി നമുക്കറിയാം GCD, ഫസ്റ്റ് നമുക്ക് GCD കാണാം. GCD കാണാൻ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതാറ് P1 ഇൻറ്റു മിനിമം ഓഫ് A1 B1, അതുപോലെ P2 റൈസ് ടു മിനിമം ഓഫ് A2 B2 എക്സെട്ര ഇൻറ്റു Pn റൈസ് ടു മിനിമം ഓഫ് AN BN. അതുപോലെ തന്നെ LCM കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, P1 റൈസ് ടു മാക്സിമം ഓഫ് A1 B1, അടുത്തത് ഇൻറ്റു P2 ഇൻറ്റു മാക്സിമം ഓഫ് A2 B2 ഇൻറ്റു എക്സെട്ര Pn റൈസ് ടു മാക്സിമം ഓഫ് AN BN. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ പ്രോഡക്റ്റ് കാണണം, അതായത് LCM ഇൻറ്റു GCD. So that's equal to GCD of AB into LCM of AB equal to P1 raised to minimum of A1 B1, P2 raised to minimum of A2 B2 etc. Pn raised to minimum of AN BN into ഈ term P1 raised to maximum of A1 B1 into P2 raised to maximum of A2 B2 etc. Pn raised to maximum of AN BN. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ P1 raised to P1ൻ്റെ രണ്ട് പവർ ഉണ്ടാവും, മിനിമം ഓഫ് A1 B1ഉം അതുപോലെ മാക്സിമം ഓഫ് A1 B1. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം പവേഴ്സ് ആഡ് ചെയ്യാണ് ചെയ്യുക. P1 റൈസ് ടു മിനിമം ഓഫ് A1 B1 പ്ലസ് മാക്സിമം ഓഫ് A1 B1. അതുപോലെ എല്ലാ ടേമും വരും, P2ൻ്റെയും P3ൻ്റെയും എക്സെട്ര. Pnൻ്റെ മിനിമം ഓഫ് AN BN പ്ലസ് മാക്സിമം ഓഫ് AN BN അങ്ങനെ വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു P1 റൈസ് ടു, ഇപ്പോൾ മിനിമം ഓഫ് A1 B1, A1ഉം B1ഉം അറിയാതെ ഏതാണ് മിനിമം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മിനിമം A1 ആണെങ്കിൽ മാക്സിമം എന്തായിരിക്കും? B1 ആയിരിക്കും. രണ്ട് നമ്പറല്ലേ ഉള്ളൂ. ഇനി മിനിമം B1 ആണെങ്കിൽ മാക്സിമം A1 ആയിരിക്കും. എങ്ങനെയായാലും ഈ സമ്മ് മിനിമം ഓഫ് A1 B1 പ്ലസ് മാക്സിമം ഓഫ് A1 B1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? A1 പ്ലസ് B1 എന്ന് വരും, അല്ലെങ്കിൽ B1 പ്ലസ് A1 ഏതായാലും സെയിം ആണ്. ഇൻറ്റു P2 റൈസ് ടു, അത് A2 പ്ലസ് B2 എക്സെട്ര Pn റൈസ് ടു AN പ്ലസ് BN. ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. P1 റൈസ് ടു A1, P1 റൈസ് ടു B1, P2 റൈസ് ടു A2, P2 റൈസ് ടു B2.
etc. Pn raised to an, Pn raised to Bn. ഇനി അതിൽ a വരുന്ന ടേമുകളൊക്കെ ഒന്നിച്ച് എഴുതാം. P1 raised to a1, P2 raised to a2, etc. Pn raised to an. Then bകൾ വരുന്നത് into P1 raised to B1, P2 raised to B2, etc. Pn raised to Bn. സോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് എ ആണ്, രണ്ടാമത്തത് ബി ആണ്. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി. ദാറ്റ് ഈസ് ജി സി ഡി ഓഫ് എ ബി ഇൻറ്റു എൽ സി എം ഓഫ് എ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി. ദെർഫോർ എൽ സി എം ഓഫ് എ ബി ഈക്വൽ ടു എ ബി ബൈ ജി സി ഡി ഓഫ് എ ബി. ദാറ്റ് ഈസ് ദി റിസൾട്ട്. ദാറ്റ് ഈസ് രണ്ട് നമ്പേഴ്സിൻ്റെ ജി സി ഡിയും എൽ സി എമ്മും പ്രൊഡക്റ്റ് ചെയ്താൽ നമുക്ക് ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് കിട്ടുക. ഇനി ഇതിൽ എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ, ജി സി ഡി 1 ആണെങ്കിൽ എന്ത് കിട്ടും? എൽ സി എം എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും. എൽ സി എം ഓഫ് എ ബി ഈക്വൽ ടു എ ബി ആയിരിക്കും, എ ഇൻറ്റു ബി. അതുപോലെ എൽ സി എം ഓഫ് എ ബി ഈക്വൽ ടു പ്രോഡക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ജി സി ഡി എങ്ങനെ കാണാം? ജി സി ഡി ഓഫ് എ ബി, ഈ റിസൾട്ട് നമുക്കുണ്ട്, ഇൻറ്റു എൽ സി എം ഓഫ് എ ബി ഈക്വൽ ടു എ ബി. ഇത് രണ്ടും സെയിം ആണ്, എൽ സി എമ്മും അതുപോലെ പ്രോഡക്റ്റും. അങ്ങനെയാണെങ്കിൽ ജി സി ഡി ഓഫ് എ ബി എന്തായിരിക്കും? 1 ആയിരിക്കും. ദറ്റ് ഈസ് റിലേറ്റീവ്ലി പ്രൈം. അപ്പോൾ അതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എയും ബിയും അവയുടെ എൽ സി എമ്മും പ്രോഡക്റ്റും ഈക്വൽ ആണെങ്കിൽ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1, ദറ്റ് ഈസ് എ ആൻഡ് ബി ആർ റിലേറ്റീവ്ലി പ്രൈം. തിരിച്ച് എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ എൽ സി എം ഓഫ് എ ബി ഈക്വൽ ടു പ്രോഡക്റ്റ് എ ബി എന്ന് കിട്ടും. Now we have some examples. 26 and 46. ഇവയുടെ ജി സി ഡി ഉപയോഗിച്ചിട്ട് എൽ സി എം കാണാം. അതായത് എൽ സി എം കാണാൻ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. ജി സി ഡി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എൽ സി എം കാണുക? അപ്പോൾ ആദ്യം ജി സി ഡി കാണണം. ഇപ്പോൾ 26നെ നമുക്ക് 2 ഇൻറ്റു 13 എന്ന് എഴുതാം. 46നെ 2 ഇൻറ്റു 23 എന്ന് എഴുതാം. 2 പ്രൈമാണ്, 13 പ്രൈമാണ്. 2 അതുപോലെ 23 പ്രൈമാണ്. സോ ഇതിനെ നമുക്ക് എൽ സി എം ജി സി ഡി ആണ്, എൽ സി എം ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആദ്യം ജി സി ഡി ഓഫ് 26 ആൻഡ് 46 കാണണം. എൽ സി ഈക്വൽ ടു 2 റൈസ് ടു മിനിമം ഓഫ്, ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്, 1,1. അതുപോലെ 13 റൈസ് ടു മിനിമം ഓഫ്, ഇവിടെ 1, ഇവിടെ 13 ഇല്ല, 1,0 ഇൻറ്റു 23 റൈസ് ടു മിനിമം ഓഫ്, ഇവിടെ 23യുടെ ടേം ഇല്ല, 23 റൈസ് ടു 0 ആണ് ഇവിടെ ഉണ്ടാവുക, 0 ആൻഡ് 1. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ മിനിമം എന്ന് പറഞ്ഞാൽ 1 വരും, ഇവിടെ മിനിമം 0 ആണ്, ഇവിടെയും 0 ആണ്. ദാറ്റ് ഈസ് 2 റൈസ് ടു 1, 13 റൈസ് ടു 0, 23 റൈസ് ടു 0. ദാറ്റ്സ് 2 ഇൻറ്റു 1 ഇൻറ്റു 1, ദാറ്റ് ഈസ് 2 എന്ന് കിട്ടും. ദാറ്റ്സ് ദി ജി സി ഡി. ജി സി ഡി 2 ആണ്. ഇനി ജി സി ഡി ഇൻറ്റു എൽ സി എം എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റാണ്. സോ ജി സി ഡി ഓഫ് 26 ആൻഡ് 46 ഇൻറ്റു എൽ സി എം ഓഫ് 26 ആൻഡ് 46 ഈക്വൽ ടു 26 ഇൻറ്റു 46 ആണ്. സോ ഇത് 2 ആണ് നമുക്ക് കിട്ടിയത്, 2 ആണ് കിട്ടിയത്. സോ എൽ സി എം ഓഫ് ഇത് എൽ സി എം ആണ്, ജി സി ഡി 2 ആണ് കിട്ടിയത്. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ സി എം 26, 46 ഈക്വൽ ടു 26 ഇൻറ്റു 46 എന്ന് പറഞ്ഞാൽ 1196. സോ ദി എൽ സി എം ഓഫ് 26 and 46 equal to 1196 by 2, that is 598. That is the LCM. Now another example, find the GCD of 252 and 360.
using GCD, find the LCM. LCM കാണണം. LCM of 256, 52 and 360. അതിൻ്റെ GCD കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് കാണാം. LCM of 252 and 360. സോ ആദ്യം അതിൻ്റെ GCD കാണണം. അപ്പോൾ GCD കാണാൻ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. മറ്റൊരു മെത്തേഡിൽ നമ്മൾ ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലെ വലിയ നമ്പർ 360നെ 252ൻ്റെ ടേമിൽ 1 × 252 + 108 എന്ന് എഴുതാം. ഇനി 252നെ ഈ നമ്പറിനെ 108ൻ്റെ ടേമിൽ 2 × 108 + 36 എന്ന് എഴുതാം. ഇനി 108നെ 36ൻ്റെ ടേമിൽ എഴുതണം. 3 × 36 + 0 എന്ന് എഴുതാം. അപ്പോൾ GCD എന്ന് പറഞ്ഞാൽ ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആണ്. അപ്പോൾ ലാസ്റ്റ് റിമൈൻഡർ 0 ആണ്. ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ GCD ഓഫ് 252 ആൻഡ് 360 = 36. ഇനി LCM ഓഫ് 252, 360 = പ്രോഡക്റ്റ് 252 × 360 / GCD 36. 36ഉം 10 times അപ്പോൾ 2520 എന്ന് കിട്ടും. So that is the relation between GCD and LCM of two positive integers. GCD into LCM = product of that numbers. Okay, thank you.